Hey guys, അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഗോട്ട് സെയിലും ആമസോണിൽ പ്രൈം ഡേ സെയിലും സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, ഫോൺ മാർക്കറ്റ് സിറ്റുവേഷൻ ഭയങ്കര മോശമായതുകൊണ്ട് പുതിയ ഫോണുകൾ വാങ്ങുന്നതിനേക്കാളും കുറച്ച് പൈസ കുറച്ച് പഴയ ഫോണുകൾ എത്രയും പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചോളുക. ഗോട്ട് സെയിൽ ആക്ച്വലി എല്ലാവർക്കും ആക്സസിബിൾ ആണ്, പക്ഷേ കുറച്ച് നേരത്തെ കിട്ടേണ്ടവർക്ക് ബ്ലാക്ക് മെമ്പർഷിപ്പ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ബട്ട് പ്രൈം ഡേ സെയിൽ പ്രൈം മെമ്പേഴ്സിന് മാത്രമാണ്. സോ പ്രൈം മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലാത്തവരാണെങ്കിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള അറ്റ്ലീസ്റ്റ് പ്രൈം ഷോപ്പിംഗിന്റെ മെമ്പർഷിപ്പ് എങ്കിലും എടുക്കുക. എടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഒരു ഐഫോൺ വാങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കോളുക. കാരണം വരുന്ന മാസങ്ങളിൽ ഇപ്പോൾ മാക്കിന്റെയും ഐപാഡിന്റെ ഒക്കെ വില കൂടിയ പോലെ ഐഫോണുകളുടെയും വില കൂടും. ഐഫോൺ 17 70,990 റുപ്പീസിൽ ഫ്ലിപ്കാർട്ടിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ കുറെ ആൾക്കാർ ഓർഡർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ചില ആൾക്കാരുടെ ഓർഡറൊക്കെ ക്യാൻസൽ ആയി പോകുന്നുണ്ട്, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്നുണ്ട്. യെസ്, ഐ അണ്ടർസ്റ്റാൻഡ്. കാരണം സെല്ലേഴ്സിനൊന്ന് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ കുറച്ചുകൂടി വില കൂട്ടി വെക്കാനായിട്ട് പറ്റും. പക്ഷേ ട്രൈ യുവർ ലക്ക്. കിട്ടി. പക്ഷേ ഈ ഒരു പ്രൈസിന് വേറെ എവിടെയും കിട്ടില്ല. കാരണം ഇപ്പോൾ ദുബായ് പോയി അന്വേഷിച്ചാൽ പോലും ഇന്ത്യയുടെ വിലയേക്കാളും കൂടുതലാണ് ദുബായിലെ പ്രൈസ്. ഐഫോൺ 17 Pro നിങ്ങൾക്ക് 1,12,900-നും 17 Pro Max 1,27,900-നും കിട്ടുന്നുണ്ട്. യെസ്, എക്സ്ചേഞ്ച് ഓഫേഴ്സിൽ അഡീഷണൽ 1,000 റുപ്പീസിന്റെ ഡിസ്കൗണ്ടും അതേപോലെ കാർഡ് ഓഫേഴ്സ് ഒക്കെ കൂട്ടിയിട്ടാണ് ഈ ഒരു പ്രൈസ്. സോ യെസ്, ഇത്രയും കുറവിന് നിങ്ങൾക്ക് മേടിക്കാം. ഐഫോണുകളൊക്കെ ഫ്ലിപ്കാർട്ടിലാണ്. മറുഭാഗത്ത് ആമസോണിൽ നോക്കുവാണെങ്കിൽ സാംസങ് ഗാലക്സി S25 Ultra 84,999 എന്നുള്ള പ്രൈസിന് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറിയിൽ iQ15-നും നിങ്ങൾക്ക് ഏകദേശം 71,999 റുപ്പീസിന് ആമസോണിൽ കിട്ടും. 25 Ultra ആമസോണിലാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് S25 50 6,999-നും S25 FE 47,999-നും ആർക്കും വേണ്ടാത്ത S25 Edge ഭയങ്കര ഹൈപ്പിൽ ഇറങ്ങി, പക്ഷേ ഡിമാൻഡ് ഒട്ടും ഇല്ലാത്തതുകൊണ്ട് 1,00,000 രൂപയ്ക്ക് ആരും മേടിച്ചില്ല. അതിപ്പോൾ 59,999 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. കോമ്പാക്ട് ആയിട്ടുള്ള OnePlus 13S ആമസോണിൽ നിങ്ങൾക്ക് 46,999-നും അതേപോലെ OnePlus 13 49,999-നും അതേപോലെ iQ15R 45,999 ആമസോണിൽ കിട്ടുന്നുണ്ട്. ഏകദേശം സെയിം പ്രൈസ് കാറ്റഗറിയിൽ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് Vivo X200T അത് 53,999, അതേപോലെ നത്തിങ് 4A Pro നല്ല ഫോണാണ്, അത് 41,999. ഭയങ്കര കോൺട്രിബ്യൂഷർ ആയിട്ടുള്ള നത്തിങ് ഫോൺ 3 എത്ര രൂപയ്ക്ക് ഇറങ്ങിയെന്ന് ആലോചിക്കണം. അത് 41,999 രൂപയ്ക്ക് വന്നിട്ടുണ്ട്. പിന്നെ പിക്സൽ 10A ഞാൻ കണ്ടു, വിച്ച് ഈസ് ഈക്വൽ ടു പിക്സൽ 9A 49,000 രൂപയ്ക്കാണ് വന്നിരിക്കുന്നത്. യു ക്യാൻ സ്കിപ്പ് ഇറ്റ്. ഒരു ചക്ക ബസൽ ഇഷ്ടമാണെങ്കിൽ വാങ്ങിച്ചോളൂ. പക്ഷെ ബിലോ 30 വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഫോണുകൾ എന്ന് വെച്ചാൽ ഒന്ന് ഇൻഫിനിക്സിന്റെ Note 60 Pro 31,999, പിന്നെ പോക്കോ X8 Pro 30,999, അതേപോലെ ഓപ്പോ K13 Turbo Pro നമ്മളെ ഫാൻ ഉള്ള ആ ഒരു ഫോൺ അത് 28,499, പിന്നെ വിവോ T5 Pro അതും 29,999, പിന്നെ റിയൽമി GT7T 27,999, അതേപോലെ എഡ്ജ് 60 Pro മോട്ടറോളയുടെ എഡ്ജ് 70 Pro അല്ല 60 Pro നിങ്ങൾക്ക് 27,999 റുപ്പീസിന് കിട്ടുന്നുണ്ട്. പക്ഷേ ബിലോ 20K കുറച്ച് ശോക അവസ്ഥയാണ്. കുറച്ചൊന്ന് ഒരു 1000 രൂപയുടെ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ പഴയ ഒരു ലെജൻഡ് ഫോൺ ഉണ്ട് ഓപ്പോ K13 എന്ന് പറഞ്ഞ്, അത് 21,999 റുപ്പീസ് ഞാൻ കണ്ടായിരുന്നു. അത് കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചോളുക. അല്ലെങ്കിൽ iQOO Z11X 19,999, അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള വിവോ T5X അതും 20,999 കിട്ടുന്നുണ്ട്. ഇൻഫിനിക്സിന്റെ GT30 നല്ലൊരു ഓപ്ഷനാണ് 19,499, അതേപോലെ ഇൻഫിനിക്സിന്റെ ഹോട്ട് 60 15,999. പിന്നെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന സാംസങ്ങിന്റെ M47 ഉണ്ട്, അത് 22,999 ആണ് വരുന്നത്. എന്നാൽ ബിലോ 15 അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. ബിലോ 15 നോക്കുവാണെങ്കിൽ ഏതാ വിവോയുടെ T4 Lite ഉണ്ട് 13,999, പിന്നെ മോട്ടറോളയുടെ G37 ഉണ്ട് 13,999, റിയൽമി P4 Lite 14,799, പിന്നെ പോക്കോ C85 12,499. ഇതല്ലാതെ കുറെ സോ കോൾഡ് ഓഫേഴ്സ് നടക്കുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് ഈ ഒരു ലിസ്റ്റിൽ പറഞ്ഞ ഫോണുകളാണ് അത്യാവശ്യം ഡിമാൻഡുള്ള, അല്ലെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ അത്യാവശ്യം ഡീല് കൊള്ളാമെന്ന് എനിക്ക് തോന്നിയത്. സോ AI കാരണം നിങ്ങൾ ഇനി ബിഗ് ബില്യൺ ഡേയ്സിന് വേണ്ടി കാത്തിരിക്കാതിരിക്കുക എന്ന് ഞാൻ പറയുള്ളൂ. കാര്യമായിട്ടുള്ള ഓഫേഴ്സ് വരില്ല, ഇനിയും വില കൂടുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പഴയ ഫോണുകളൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുമ്പോൾ പുതിയതായിട്ട് വരുന്ന പല 22,000 രൂപയ്ക്ക് 4 GB ഇറക്കുന്ന ഫോണുകൾ ചിലപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സിന് നിങ്ങൾക്ക് വല്ല 15,000 രൂപയ്ക്കൊക്കെ കിട്ടി തുടങ്ങും. ആ ഒരു അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ ഫോൺ ഇപ്പോൾ വാങ്ങിച്ചോളാം. അപ്പോൾ അത്രയുള്ള പ്രൊഡക്റ്റിൻ്റെ ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം.